അലാക്കിന്റെ ചൈനീസ് കോയിൻ, ആഫ്രിക്കൻ കോയിൻ വല്ല ബിറ്റ് കോയിനിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാനും. ഇത് വലിയ അത്യാഗ്രഹം മുത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചതെന്ന്, മരമണ്ടത്തരം ഞാൻ കാണിച്ചതെന്ന്. ഇത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത്, മൊത്തം പഠിക്കുക, നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങിക്കോട്ടെ മോനെ. ഞാൻ കാര്യം പറയാലോ. എടാ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയടാ. ഞാനിതാ മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിൻ്റെയും. ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നടാ. എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത്. കണ്ണുകടിയും ഇതുവല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇനി അടുത്തവും പേരായിരിക്കും. എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. അവിടെ ഇന്ന് ലൈവ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നേന്ന്. അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാണെടാ. അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത്. ഒരാഴ്ച 2 ആഴ്ച എത്രയാണിത്, മിനിമം 1 മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അതാണ് പറ്റിയത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക. എനിക്ക് പോയതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പം തൻ്റെ അവസ്ഥ. ഞാൻ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എനിക്ക് പോയതിൻ്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി. എന്തെങ്കിലും കിട്ടിയാൽ മതി. ക്രിപ്റ്റോ മച്ചാൻ, എല്ലാവരും ക്രിപ്റ്റോ മച്ചാനല്ലോ പറയുന്നത്. ക്രിപ്റ്റോ സാൻഡ, അഭിജിത്തോ, ബിജോയ്, അമീൻ. ഇതാ ഞാൻ ലൈവ് വരണ്ടാന്ന് വിചാരിച്ചാൽ ഇതെൻ്റെ ഞാൻ ഇത് വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കിത് തമാശയായിരിക്കും. സ്ക്രിപ്റ്റ് ചെയ്യാം. മൂന്ന് എൻ്റെ ഉമ്മ സത്യം ഞാൻ പറയാലോ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും അത്രയും ഓക്കെ. എന്നാലും എൻ്റെ ഒരു എഫേർട്ട് ഇല്ലടാ അതിൽ. എൻ്റെ എഫേർട്ട് ഇല്ലടാ. നിങ്ങൾക്ക് ഇതെല്ലാം എന്താടാ തമാശ? ഇന്നെന്തായാലും ലൈവില്ല. ഞാൻ കുറച്ച് ദിവസത്തേക്ക് മിക്കവാറും ലൈവ് ഉണ്ടല്ലോ. എനിക്കറിയില്ല. ഇതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഫേക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആളോട് എടാ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ കാണണ്ട, നിങ്ങൾ വിട്ടോ. അതാണ് നല്ലത്. എത്ര പോയി എടാ ഡിജിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നാളെ എന്തായാലും മിക്കവാറും നാളെ പോയിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഇത് കേസ് കൊടുക്കണമെങ്കിൽ ഇത് കുടുങ്ങി കിടക്കാമെന്ന് എനിക്ക് തിരിച്ചു കിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. എനിക്ക് അഡ്വൈസ് വേണം. എനിക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിക്കേണ്ടത്. ഇത് എനിക്കൊരു ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, എനിക്ക് പോയി കേസ് കൊടുക്കാം. അല്ലെങ്കിൽ അടുത്ത പൈസ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷനെങ്കിൽ ഇതാക്കി. ഇതെനിക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല. എൻ്റെ കോയിനവിടെ കുടുങ്ങി കിടക്കുകയാണ്. അതാണ് അവസ്ഥ. ഇതിനാണ് എല്ലാം പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ. നമ്മുടെ കാര്യമോടെ പഠിച്ചിട്ട് അത് ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കുറേ ഗ്യാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്യാമ്പിളെല്ലാം ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് റിസ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കേണ്ട ഇതില്ല. അങ്ങനെയൊന്നും എനിക്ക് ഈ മൈൻഡ് കിട്ടിയത്. ഇങ്ങനത്തെ മണ്ടത്തരത്തിലേക്ക് ഞാൻ വീണോ എന്ന് ഇങ്ങനെയാണ്. കോയിൻ നെയിം പറയാൻ പറ്റില്ല. ഏതെങ്കിലും എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ നമ്പറോ എന്തെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചോളാം. എടാ എനിക്ക് ഇൻഡിവിജ്വലിനെ മതി, എനിക്ക് കമ്പനി വേണ്ട. എനിക്ക് ഒരു കമ്പനിയാണ് എന്നെ ഇതിലേക്കും ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. എനിക്ക് കമ്പനിക്കാരെ വേണ്ട, എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഇൻഡിവിജ്വൽസിനെ മതി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, എനിക്ക് ആ മൊത്തം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, എന്തായാലും ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ പോയെന്ന്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഉണ്ട്. ഇത് ഫിക്സ് ആകുന്ന ഇതിപ്പോൾ നാളെ ഫിക്സ് ആവുകയാണെങ്കിൽ എനിക്ക് അറിയില്ലടാ. ഇതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അതാണ് അലിൻജോസ് പെരേരയാ. എടാ ഇവൻ്റെ ഈ ക്രിപ്റ്റോ മച്ചാൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ബാക്ക് വലിയണായിരുന്നടാ. ഇത് കണ്ടോ, എൻ്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിലിട്ടിട്ടുണ്ട് മോനെ. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയി. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെഡ്ബുൾ ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും. ഞാൻ കണ്ടപാടന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കണമായിരുന്നടാ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ. മണ്ടത്തരായി പോയടാ. കോയിൻ തൊപ്പിയെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോയിൽ ദെയർ ഈസ് നോ ഷോർട്ട് കട്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ബൂം ആവാൻ പോകുന്ന 5 കോയിനുകളെ പറ്റി അറിയണമെങ്കിൽ, യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കോയിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട്. ഇതിൻ്റെ അടക്കം എൻ്റെ പുട്ട് കച്ചവടം ഇവിടെ ആള്
വണ്ടിക്ക് തീ പിടിച്ച് കിടക്കും മോൻ്റെ പുട്ടുകച്ചവടം. പിന്നെ ഞാൻ വീണ് പോകാൻ കാത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ഇതെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഇതെൻ്റെ രോമത്തിൽ പോലും നല്ല. ഓക്കെ, ഇതെനിക്ക് നഷ്ടം തന്നെ. പക്ഷെ ഇതും കൊണ്ട് അവിടെ സൈഡായിട്ട് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ മോനെ, എനിക്ക് പോയ പൈസ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ ഉള്ള ഇതല്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ വീണു പോകാൻ മാത്രം ഇതില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ഞാൻ 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ച്, അഥവാ പോയില്ലെങ്കിൽ ഇതിപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. തിരിച്ച് കിട്ടുവാണെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷേ അതല്ലെങ്കിൽ അഥവാ ഇത് കിട്ടൂല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഫോറവർ ഇത് കുടുങ്ങി കിടക്കുക എന്നുള്ള അവസ്ഥയാണെങ്കിൽ മോനെ 3-4 മാസം, 2 മാക്സിമം ഒരു 6 മാസം അതിനുള്ളിൽ എനിക്ക് ഇത് നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് അവിടെ ഇരുന്ന് സന്തോഷിക്കേണ്ട കാര്യമില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നെല്ലാം പറഞ്ഞിട്ട് കുറേ മുത്തേ അങ്ങനെ മൊത്തത്തിൽ ഞാൻ മൂഞ്ചീരം കിട്ടില്ല. ഞാൻ ഒന്നെങ്കിൽ ഇത് കിക്കിലേക്കാരെ തിരിച്ചു പോകും. കിക്കിൽ എന്താ മറ്റേ ബിഗ് ബോസിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് ഞാൻ എങ്ങനെ ഫിക്സ് ചെയ്ത് തിരിച്ച് ഞാൻ കിക്കിലേക്ക് കയറും. അല്ലെങ്കിൽ എന്താ ഇത്രയും കാലം ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്, ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്നുണ്ട്. കുറേ ബ്രാൻഡിൻ്റെ കൊളാബ്സ്, പ്രൊമോഷൻസ്, മറ്റേ കുറേ ബ്രാൻഡ് ഡീൽസ് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം അങ്ങ് ഒന്നിച്ച് ഞാൻ എടുക്കും. മനസ്സിലാ? ഒരു ബ്രാൻഡിൽ നിന്ന് 2-3 ലക്ഷം വെച്ച് കിട്ടിയാൽ തന്നെ ഞാൻ എനിക്കൊരു 3-4 മാസം കൊണ്ട് തിരിച്ച് പിടിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ വീണുപോയി എന്നുള്ള എൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. മനസ്സിലായി? ഇത് ഡിപ്രഷൻ ഷർട്ടാണല്ലോ ഞാൻ ഇത് വിട്ടിട്ട് വന്നിട്ട് ഞാൻ ഡിപ്രഷൻ പറയാൻ വന്നതല്ല. സെൻറ്റിമെൻറ്റ്സ് പിടിക്കാനോ സെൻറ്റിമെൻറ്റ്സ് കുമ്പാൻ വന്നതല്ല ഇവിടെ. മനസ്സിലാവും? എനിക്കിത് തിരിച്ച് പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടണമായിരിക്കും. പക്ഷെ എന്നാലും 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം അത്രേ ഉള്ളൂ. കേട്ടിനാ എക്സ്പീരിയൻസ്? ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലടാ. ഇതെന്തല്ലോ NFT, ഫോറക്സ് ട്രേഡിങ്, ഇതെന്തല്ലോ ഞാൻ ഒരു ഏജൻസി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇൻവോൾവ് ആയത്. ഇത് ഞാൻ തന്നെ മൊത്തമായിട്ട് പഠിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങണമായിരുന്നു. നിനക്ക് പ്രോപ്പർ ഫൈനാൻഷ്യൽ ഗൈഡ് തരാൻ നോക്കി പോയതെല്ലാം റിക്കവർ. എടാ ഒന്ന് മെസ്സേജ് അയക്കടാ, ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയക്ക്. ഫർഹാൻ ബിൻ ഫാസിലോ ആരാ? ഈ ക്രിപ്റ്റോ മച്ചാനൊന്നും എന്താണ് റിപ്ലൈ തരാത്തത്? ഇവനക്കൊന്നും റിപ്ലൈ തന്നാൽ എന്താ ഇത്ര ഇത്? ഇവൻ വേണ്ട, വേറെ ആരാ ഉള്ളത്? ഫർഹാൻ ബിൻ ഫാസിൽ ആരാ? ഫർഹാൻ ബിൻ ഫാസിൽ അവനോട് ചോദിച്ചാലോ? ഫർഹാൻ ബിൻ ഫാസിൽ ഇത് മറ്റേ ഹാക്കറല്ലേ? എടാ പോടാ, ഇവൻ ഹാക്കറല്ലേ? ഇവൻ ഹാക്കിങ്ങിൻ്റെ എന്തോ ഇതുമായിട്ട് ബന്ധമുണ്ടോ? നെക്സ്റ്റ് മില്യണയർ. ആടാ കളിയാക്ക്. എടാ മോനെ, ഇതൊന്നും എൻ്റെ രോമത്തിൽ തൊടുന്ന ഒരു കാര്യം പറയട്ടെ. ഞാൻ മൊത്തമായിട്ട് ദരിദ്രവാസി ആയിട്ടല്ല ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓൾറെഡി 4-5 വണ്ടി വാങ്ങി. ഫോർച്യൂണറും മറ്റേ BMW എല്ലാം ആയിട്ട് ഞാൻ വണ്ടികൾ വാങ്ങി. എൻ്റെ വീട് ഇതാക്കി. കുറേ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്. ഓക്കെ, ഞാൻ ദരിദ്രവാസി അങ്ങനെ ചിന്തിക്കല്ല. വലിയൊരു എമൗണ്ട് കൈവന്ന് പോയതിൻ്റെ ഇത് മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അത്രക്കും ഞാൻ മൂഞ്ചി കുത്താളം എടുത്ത് കിടക്കുവാണെങ്കിൽ ഞാൻ BMW ഏതെങ്കിലും വിൽക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ എന്തായാലും തിരിച്ചു പിടിക്കും. 2-3 മാസം, 6 മാസം, ഞാൻ പറയാലോ 6 മാസം, മാക്സിമം 6 മാസം അതിനുള്ളിൽ ഞാൻ എന്തായാലും തിരിച്ചു പിടിക്കും.